ഗൈസ്, നമ്മളിന്ന് ഗോവയിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീക്കാനും ലേറ്റായി. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് അഗോഡ ഫോർട്ടിലായിരുന്നു. അഗോഡ ഫോർട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മനോഹരമായ എനിക്ക് തോന്നിയൊരു കാഴ്ചയാണ് ഇത്. ഒരു രക്ഷയില്ലാത്ത ചൂടും വെയിലും കാരണത്താൽ ആ മനോഹരമായ കാഴ്ചയും കണ്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. അഗോഡ ഫോർട്ട് കണ്ടിറങ്ങിയപ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ അമ്മച്ചിയോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള ഫുഡ് കിട്ടുന്നൊരു സ്ഥലം. അപ്പോൾ അമ്മച്ചി കാണിച്ചെന്ന് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കാർഡമം റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഫ്രണ്ടിൽ വന്ന ഒരു ദൈവദൂതനായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ്. കാരണം 5-6 ദിവസം കൊണ്ട് ഫുഡൊന്നും അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കൊണ്ടെത്തിച്ച ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഒരു കാം ആൻഡ് ക്വയറ്റ്, ഒരു പീസായിട്ടുള്ള വലിയൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഫ്രണ്ട്സ് ഇത്. അതുപോലെ തന്നെ പറയാണ്ടിരിക്കാൻ വയ്യാത്ത വേറൊരു കാര്യമാണ് അവിടുത്തെ കസ്റ്റമർ സർവീസും. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, അടിപൊളി കസ്റ്റമർ സർവീസാണ്. നമ്മളെ നല്ല രീതിക്ക് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാവൂ. കാര്യം 10-15 മിനിറ്റ് നമുക്കവിടെ വെയിറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ലൈവായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഫുഡാണ്. ഒന്നും നേരത്തെ ചെയ്ത് വയ്ക്കത്തില്ല. നല്ല ചൂടായിട്ട് അവർ സെറ്റായിട്ട് അപ്പം തന്നെ ചെയ്തു തരുന്ന ഫുഡാണ്. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാവൂ. ഗൈസ്, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് കാണാം. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയ ഫ്രണ്ട്സ്. അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഗോവയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാർഡമം റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോവുക. കുറേ നാളുകൾക്ക് ശേഷം ഒരു KL രജിസ്ട്രേഷൻ വണ്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മലയാളിയെ കാണുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഫ്രണ്ട്സ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഫ്രണ്ട്സ്, ഇതാണ് മാപ്പൂസ മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ബാർഗെയിൻ ചെയ്ത് നല്ല റേറ്റിന് മേടിച്ചുകൊണ്ട് പോവാം. ഗൈസ്, അങ്ങനെ ഞാനും ചെയ്തു. അപ്പം നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം. ഗൈസ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഇനി നമുക്ക് കുറച്ചു നേരം സ്കൂട്ടറിൽ കറങ്ങാം. ഞങ്ങൾ അങ്ങനെ നേരെ പോയത് ബാഗ ബീച്ചിലായിരുന്നു. ബീച്ചിൻ്റെ സൈഡിൽ ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം അവിടെ പോയിരുന്ന് ചില്ലടിച്ചു ഫ്രണ്ട്സ്. പകല് ഒടുക്കത്തെ ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ രാത്രി നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ വൈബാണ്. തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ബിരിയാണിയാണ് ഫ്രണ്ട്സ് ഓർഡർ ചെയ്തത്. അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടിരുന്ന സമയത്ത് ഒരു കുട്ടി പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. ആ പൂച്ചയ്ക്ക് കുറച്ച് ഫുഡും കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.